ഹലോ ട്രേഡേഴ്സ്, ഇന്ന് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് മാർക്കറ്റിൽ എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം യുദ്ധം ഏകദേശം സമാധാനപരമായിട്ട് പൂർത്തിയായി എന്നുള്ളത് കൊണ്ട്. പക്ഷേ മാർക്കറ്റ് ഒരു ചെറിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. 24,420 മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തത്. 24,420 ഓപ്പൺ ചെയ്ത മാർക്കറ്റ് നേരെ ഡൗൺഫോൾ ആണ് പോയിട്ടുണ്ടായിരുന്നത്. ഡൗൺഫോൾ പോയി 24,230 എത്തുകയും 24,230 നിന്ന് പിന്നീട് ചെറിയൊരു വേവ് ലെങ്ത് കാണിച്ച മാർക്കറ്റ് 24,480 വരെ ഇന്ന് സഞ്ചരിക്കേണ്ടായി. ഇന്നത്തെ ഡേ ഹൈ ആയിട്ടുള്ള 24,480 വരെ മാർക്കറ്റ് ഇന്ന് സഞ്ചരിച്ചു. പക്ഷെ നമ്മുടെ ടെലിഗ്രാം ചാനൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 24,350 കഴിഞ്ഞതിന് ക്രോസ് ചെയ്തതിന് ശേഷം മാത്രമേ ബൈ ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ടായിരുന്നത്. 24,350 നിന്ന് നമ്മൾ ബൈ ഓപ്ഷൻ ട്രേഡ് ചെയ്യുകയും നമ്മളൊരു കോൾ എടുക്കുകയും 24,500 വരെ എത്തും എന്നായിരുന്നു നമ്മളെ പ്രതീക്ഷ. പക്ഷേ 24,480 എത്തി ഡേ ഹൈ ക്ലോസ് ആവുകയായിരുന്നു. അവിടുന്ന് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്ത് താഴോട്ട് വരികയാണ്. അതേപോലെ നമുക്ക് നാളത്തെ മാർക്കറ്റ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു നോക്കാം. നമുക്കറിയാം പശ്ചിമേഷ്യയിലെ സംഘർഷം, യുദ്ധ സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഡൗൺഫോൾ ആണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം 24,270 മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 24,270 മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എന്തായാലും മാർക്കറ്റ് ഡൗൺഫോളേ പോവുള്ളൂ. അങ്ങനെ മാർക്കറ്റ് ഡൗൺഫോൾ പോവുകയാണെങ്കിൽ 24,160 നമ്മൾ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. കാരണം പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതം അതിൻ്റെ ഒരു അമേരിക്ക വീണ്ടും യുദ്ധ സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 24,160 നമുക്കിവിടെ മാർക്ക് ചെയ്യാം. 24,160 ഫസ്റ്റ് ടാർഗറ്റായിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. 24,270 നിന്നും 15 മിനിറ്റിന്റെ ടൈം ഫ്രെയിമിൽ റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യുകയാണെങ്കിൽ 100% ഡൗൺഫോൾ പോയി 24,160 തന്നെ മാർക്കറ്റ് എത്തിച്ചേരുന്നതാണ്. അത് ഫസ്റ്റ് ടാർഗറ്റാണ്. 24,100 വരെയും 24,000 വരെയും